Hi all, welcome to ONCE. Fourth semester Design of concrete structures subject second module ഒരു portion doubly reinforced beam അതിന്റെ design and analysis ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, so what is doubly reinforced beam? നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഡാറ്റാസ് എങ്ങനെയാണ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ suppose a concrete structure, whether it is beam or whatever be the structure, നമ്മൾ ഒരു പെർട്ടിക്കുലർ ന്യൂട്രൽ ആക്സിസിന് താഴെ ടെൻഷൻ സോണിൽ മാത്രം നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിപ്പം ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ ഇൻ അഡീഷൻ ടു ദിസ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിലും സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള സെഷൻസിനെയാണ് നമ്മൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. നമ്മളിപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു, എപ്പോഴും ന്യൂട്രൽ ആക്സിസിന് മുകളിലേക്കുള്ള സോൺ മൊത്തം കംപ്രഷനിലാണ്, അതായത് ആ കോൺക്രീറ്റ് മൊത്തം കംപ്രഷനിലാണ്, താഴെ മാത്രമേ ടെൻഷനുള്ളൂ. അപ്പൊ ഈ ടെൻഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് താഴെ കൊടുക്കുന്നത്. മുകളിലുള്ളവർക്ക് കംപ്രഷൻ ബാധകമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വൈ വി പ്രൊവൈഡിങ് ദ സ്റ്റീൽ ഇൻ ദ കംപ്രഷൻ സോൺ ഫോർ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം. എന്താണ് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഒബ്ജക്റ്റീവ്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ doubly reinforced beam is a reinforced concrete structure of beam in which steel is provided on the both tension zone and compression zone. Actually, why we are using the beams, this doubly reinforced beam is whenever ഇപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ നോർമലി ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോർമൽ ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ XU ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമ്മൾ ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ മൊമെന്റ് MU ചെക്ക് ചെയ്യും, മൊമെന്റ് ലിമിറ്റ് മാക്സിമം മൊമെന്റും ചെക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ XU ഗ്രേറ്റർ ദാൻ XU മാക്സ്, നോർമൽ ന്യൂട്രൽ ആക്സിസ് മാക്സിമം കോഡ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഡ് ഒപ്റ്റ് ചെയ്യുന്ന മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. XU ഗ്രേറ്റർ ദാൻ XU മാക്സ് അല്ല, MU നമ്മളുടെ മൊമെന്റ്, അതായത് ആ ബീമിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് മാക്സിമം മൊമെന്റിനേക്കാളും എക്സീഡ് ചെയ്യുന്ന കേസസ് XU ഗ്രേറ്റർ ദാൻ XU മാക്സ്, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ്. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓവർ റീഇൻഫോഴ്സ്ഡ് ആയി പോകും. ആൻഡ് ദ കോഡ് ഇസ് നോട്ട് റെക്കമെൻഡിങ് ആൻ ഓവർ റീഇൻഫോഴ്സ്ഡ് ഡിസൈൻ. അല്ലെ, മിഡ് സ്റ്റേറ്റ് ഒരിക്കലും ഓവർ റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ കൂടുതൽ ഉള്ള ഒരു ഡിസൈൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദ ഫെയിലിയർ ഇസ് ദർ ഇസ് ബ്രിട്ടിൽ ഫെയിലിയർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫെയിലിയർ പാറ്റേൺ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? XU ഗ്രേറ്റർ ദാൻ XU മാക്സ്, MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സ്ട്രക്ചർ ആവുകയാണ്. അപ്പോൾ ഈ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യും? റീഡിസൈൻ ചെയ്യും. ഓക്കെ, അതായത് ആ പെർട്ടിക്കുലർ സെക്ഷന് റീഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പം 500 അല്ലെങ്കിൽ ഒരു 300 വരെയാണ് നമ്മുടെ ഡെപ്ത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ ഓവർ റീഇൻഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റീഡിസൈൻ ചെയ്ത് അതിനൊരു 500 ഡെപ്തിലേക്ക് മാറ്റും. ഡെപ്ത് നമ്മൾ കൂട്ടിക്കൊടുക്കും. ഓക്കെ, അപ്പം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റീലിലും ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലും ആ ഒരു പെർട്ടിക്കുലർ ബീമിന് ആ വരുന്ന മൊമെന്റിനെയും XUം എല്ലാം ലിമിറ്റഡിലേക്കാവും. അല്ലാന്നുണ്ടെങ്കിൽ MU ലിമിറ്റ് നമ്മൾ മാക്സിമം ആയിട്ട് ലിമിറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. ഇഫ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബീമിനെ റീഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടാവും ആ ഒരു ബീമിന്. ചിലപ്പം സ്പേസ് നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഇത്രയും സ്പേസസ് ഉണ്ടാവുള്ളൂ, ഇത്ര സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ ഓരോ ബിൽഡിങ്സും ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ സെക്ഷൻ ഓരോ സ്ട്രക്ചറും ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എക്സ്ട്രാ സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ബീം മാക്സിമം 200-250 ടു സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ്, മാക്സിമം 250 to 300 മാത്രമേ ആ ബീം ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഓവർ റീഇൻഫോഴ്സ്ഡ് വന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റീഡിസൈൻ ചെയ്ത് ഡെപ്ത് കൂട്ടാൻ പറ്റില്ല, കാരണം ഡെപ്ത് കൂട്ടാനുള്ള പ്രൊവിഷൻ അവിടെ ഇല്ല. നമുക്ക് തന്നിരിക്കുന്നത് മാക്സിമം അവിടുത്തെ ഡെപ്ത് 300 സ്പേസ് ആ ബീമിന് അവിടെ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ ഓവർ റീഇൻഫോഴ്സ്ഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എക്സ്ട്രാ, അതായത് കംപ്രഷൻ സോൺ ടെൻഷൻ സോണിന്റെ സ്റ്റീലിന് അഡീഷൻ ആയിട്ട് കംപ്രഷൻ സോണിൽ നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ, അതാണ് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ്. അത് ആ കൊടുക്കുന്ന സ്റ്റീല് ഒരിക്കലും ടെൻഷന് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം നമുക്കറിയാം ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലേക്കുള്ള എല്ലാ പോർഷനും കംപ്രഷനിലാണ്. സോ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലും കംപ്രഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റിന് കുറച്ചും കൂടി എബിലിറ്റി കൂടും. ഓക്കെ, കോൺക്രീറ്റിന്റെ ഈ കോൺക്രീറ്റ് പോർഷൻ ഇൻ അഡീഷൻ ടു ദ കോൺക്രീറ്റ് പോർഷൻ ഓഫ് ദി കംപ്രഷൻ സ്റ്റീൽ, ഈ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് കംപ്രഷൻ സോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീൽ റീൻഫോഴ്സ്മെന്റും കൂടി ഹെൽപ്പ് ചെയ്യും. എന്തിനാണ്? ടോട്ടൽ കംപ്രഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. സോ ഇവിടെ മൊത്തം ഈ സ്റ്റീലും കോൺക്രീറ്റും കൂടി കമ്പൈൻഡ് എഫക്റ്റിൽ കംപ്രഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതിനാണ് നമ്മളിവിടെ കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് വൺ, when we are adopting this doubly reinforced section is first case is depth restrict ചെയ്യുമ്പോൾ, that is a singly reinforced section cannot resist the required moment and depth is restricted ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെർട്ടിക്കുലർ മൊമെന്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ റീൻഫോഴ്സ്മെന്റ് കംപ്രഷൻ സോണിൽ കൊടുക്കാം. നമുക്ക് ടെൻഷൻ സോണിൽ സ്റ്റീൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ടെൻഷൻ മാത്രമേ വിത്തേക്കുള്ളൂ. അപ്പോൾ ഓവർ റീൻഫോഴ്സ്ഡ് പിന്നെയും റീൻഫോഴ്സ്മെന്റ് കൂടും അല്ലേ. സോ സെക്കൻഡ് വൺ, ബെൻഡിങ് മൊമെന്റ് ഭയങ്കര കൂടുതലാവുകയാണെങ്കിൽ, മൊമെന്റ് ഇസ് വെരി ഹൈ ആവുകയാണെങ്കിൽ, ദെൻ what happen? Exceeding limiting moment for a singly reinforced beam, then we are adopting doubly reinforced beam. Then reversal of bending, അതായത് കണ്ടിന്യൂസ് ബീം, സിസ്മിക് കണ്ടീഷൻ, ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസ് വരുമ്പോൾ നമ്മൾ ഇൻ അഡീഷൻ ടു ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് നമ്മൾ കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. ടു ഇൻക്രീസ് ദ ഡക്റ്റിലിറ്റി, ടോട്ടൽ ഡക്റ്റിലിറ്റി, ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ അതായത് ആക്ച്വൽ കേസിൽ നമ്മൾ ഇവിടെ മാത്രമാണ്, താഴെ മാത്രമാണ് റീൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അപ്പം അതാണ് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം. ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം വരുമ്പോൾ നമ്മൾ കംപ്രഷൻ സോണിലും കൂടി ഇങ്ങനെ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഈ ഇട്ടിരിക്കുന്ന സ്റ്റിറപ്സ് ആണ്. ഓക്കെ, സോ then this is the case. This is for singly reinforced beam, this is for doubly reinforced beam. In doubly reinforced beam നമുക്ക് കണ്ടാൽ മനസ്സിലാവും താഴെയും മുകളിലും നമ്മൾ റീൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ദ റീൻഫോഴ്സ്മെന്റ് അറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞു. ടെൻഷൻ സ്റ്റീൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വരയ്ക്കുമ്പോൾ ഈ താഴെയുള്ള സ്റ്റീലിനെയാണ് നമ്മൾ ടെൻഷൻ സ്റ്റീൽ എന്ന് പറയുന്നത്. കാരണം ദാറ്റ് സ്റ്റീൽ ഇസ് കംപ്ലീറ്റ് മെയ്ഡ് അപ്പ് ടു വിത്ത്സ്റ്റാൻഡ് ദ ടെൻഷൻ ഓൺലി, ടെൻഷൻ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാഗിങ് മൊമെന്റ് വരുമ്പോൾ, അതായത് ബെൻഡിങ് വരുമ്പോൾ താഴെയുള്ള സ്റ്റീൽ മൊത്തം എന്ത് ചെയ്യും? ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ദെൻ ASC നമ്മളിവിടെ കൊടുക്കുന്ന കംപ്രഷൻ സ്റ്റീലിന്, ഇതിന് നമ്മൾ പറയുന്ന AST ആണ്. AST, ഏരിയ ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്. ഇവിടെ കൊടുക്കുന്ന റീൻഫോഴ്സ്മെന്റിന്റെ ഏരിയനെ നമ്മൾ ASC എന്ന് പറയും, ഏരിയ ഓഫ് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ്. ASC, this is AST, this is ASC, area of compression reinforcement. So ടോട്ടൽ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്റ്റീൽ എന്തായിരിക്കും? കോൺക്രീറ്റ് ഇൻ, അതായത് ഇവിടുത്തെ സ്റ്റീല് പ്ലസ് ഇവിടുത്തെ സ്റ്റീലാണ് ടോട്ടൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ടോട്ടൽ കംപ്രഷൻ എന്ന് പറയുമ്പോൾ, ടോട്ടൽ കംപ്രഷൻ ആരൊക്കെ കൂടിയ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇവിടുത്തെ സ്റ്റീല് പ്ലസ് ഇവിടുത്തെ കോൺക്രീറ്റ്. സോ കോൺക്രീറ്റ് ഇൻ കംപ്രഷൻ പ്ലസ് കംപ്രഷൻ സ്റ്റീൽ ടുഗെദർ റെസിസ്റ്റ് ദ ടോട്ടൽ കംപ്രഷൻ ഇൻ ദിസ് ബീം. സോ ബിഹേവിയർ ഓഫ് എങ്ങനെയായിരിക്കും ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആര് തന്നെ ഈൽഡ് ചെയ്യണം? ടെൻഷൻ സ്റ്റീല്. കാരണം ഇവിടെ സ്റ്റീല് കുറവും കോൺക്രീറ്റിന്റെ ഇതിപ്പം ആധിപത്യം ഇവിടെ കൂടുതലാണ് അല്ലെ, പ്രസൻസ് ഓഫ് കംപ്രഷന്റെ. അതായത് കംപ്രഷൻ സോൺ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ, കാരണം സ്റ്റീലും കോൺക്രീറ്റും എല്ലാം കംപ്രഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ കോൺക്രീറ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഫസ്റ്റ് ഈൽഡ് ചെയ്യുന്നത്? സ്റ്റീലായിരിക്കും ഇവിടെ ഫസ്റ്റ് ഈൽഡ് ചെയ്യുന്നത്. സോ കംപ്രഷൻ ഫോഴ്സ് കുറെ എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് ഈൽഡ് ചെയ്യുന്നത് സ്റ്റീലായിരിക്കും. ഫസ്റ്റ് ഫെയിലിയറും ഡക്ടൈൽ ഫെയിലിയർ ആയിരിക്കും. ഇവിടെ ഹയർ മൊമെന്റ് കപ്പാസിറ്റി ആയിരിക്കും ബിക്കോസ് ഓഫ് ദിസ് എക്സ്ട്രാ റീൻഫോഴ്സ്മെന്റ് വി ആർ പ്രൊവൈഡഡ് ഇൻ ദി കംപ്രഷൻ സോൺ. ദെൻ ഇതാണ് നമ്മളുടെ ക്ലോസ്. IS 456/2000 നമുക്ക് ഈ ഡബ്ലി റീൻഫോഴ്സ്മെന്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദിസ് ഇക്വേഷൻ. അതായത് ഇക്വേഷൻ എന്താ പറയുന്നത്? ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മൊമെന്റ്, അതായത് മാക്സിമം മൊമെന്റ്, ആ ബീമിന് പറ്റുന്ന മാക്സിമം മൊമെന്റ് MU ലിമിറ്റ് പ്ലസ് MU സ്റ്റീൽ ആയിരിക്കും. അങ്ങനെയാണ് കോഡ് പറയുന്നത്. പ്ലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ സ്റ്റീൽ. അപ്പൊ നമ്മൾ MU ലിമിറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കോൺക്രീറ്റിന്റെ കേസിലാണെങ്കിൽ 0.36 FCK B × XU മാക്സ്. MU ലിമിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? നോർമലി XUന്റെ ഇക്വേഷൻ എന്താണ്? 0.36 FCK BXU into D - 0.42 XU.
ദാറ്റ് മീൻസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ, അതായത് കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ഏരിയ, സ്ട്രെസ് ഇൻറ്റു ഏരിയ, ദാറ്റ് ഇസ് ഫോഴ്സ് ഇൻറ്റു ദിസ് ഇസ് ഡിസ്റ്റൻസ് അല്ലേ? അതല്ലേ മൊമെന്റ് എന്ന് പറഞ്ഞ. സോ ഫോഴ്സ്, ഇത് കംപ്രഷൻ ആണ്. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്റ്റൻസ്, ലിവർ ആം ഡിസ്റ്റൻസ് D-0.42 XU. ഇത് നമ്മൾ എല്ലാം ഓൾറെഡി ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടോട്ടൽ എന്ത് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ടോട്ടൽ മൊമെന്റ് ലിമിറ്റിംഗ് മൊമെന്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ XU എന്ന് പറയുന്നത് XU മാക്സ് ആവും, മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആവും XU. So that is 0.36 FCK B XU max into D-0.42 XU max. അതായിരിക്കും കോൺക്രീറ്റിന്റെ, അതായത് ഈ ഒരു പോർഷനിലുള്ള കോൺക്രീറ്റിന്റെ മാക്സിമം മൊമെന്റ്. ഓക്കെ, കോൺക്രീറ്റിന്റെ മാക്സിമം മൊമെന്റ്. ഇത് ലിവറാം. ഓക്കെ, ദെൻ സ്റ്റീൽ വരുമ്പോഴോ നമ്മുടെ ഇവിടുത്തെ സ്റ്റീലിന്റെ എന്തായിരിക്കും? സ്റ്റീലിന്റെ മാക്സിമം മൊമെന്റ് എന്തായിരിക്കും? ഇവിടുത്തെ സ്റ്റീലിന്റെ, അതായത് ടോട്ടൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ദിസ് കോൺക്രീറ്റ് ഡ്യൂ ടു കോൺക്രീറ്റ് പ്ലസ് ടോട്ടൽ മൊമെന്റ് ഡ്യൂ ടു ദിസ് സ്റ്റീൽ അല്ലേ? കംപ്രഷൻ സോണിൽ ഇപ്പൊ ഇവർ രണ്ടുപേരും വരുന്നുണ്ട്. ഇൻ അഡീഷൻ ടു കോൺക്രീറ്റ് ഇവിടെ സ്റ്റീലും വരുന്നുണ്ട്. സോ MU സ്റ്റീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ASC ഏരിയ ഓഫ് സ്റ്റീൽ ഇൻറ്റു FSC സ്ട്രെസ് ഓഫ് സ്റ്റീൽ, ഏരിയ ഇൻറ്റു സ്ട്രെസ് ദാറ്റ് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താ? ഇതിന്റെ ഹാഫ് മുതൽ എഫക്റ്റീവ് ഡെപ്ത് വരെ, അതായത് ഈ സ്റ്റീൽ ഇരിക്കുന്ന ഇവിടം വരെയാണ് എഫക്റ്റീവ് ഡെപ്ത്. അതായത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺക്രീറ്റിന്റെ സ്റ്റീലിന്റെ ഹാഫ് മുതൽ ഇവിടം വരെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് കവർ. അതായത് D' എന്ന് നമുക്ക് കൊടുക്കാം ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിന്. ഓക്കെ, D', ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ് D'. ഈ D' ടോട്ടൽ എഫക്റ്റീവ് ഡെപ്തിൽ നിന്ന് D' കുറയ്ക്കുമ്പോൾ അതായിരിക്കും D-D' ആയിരിക്കും എന്ത്? ടോട്ടൽ കംപ്രഷൻ സ്റ്റീലിൽ നിന്ന് നമ്മളുടെ ടെൻഷൻ സ്റ്റീലിന്റെ ഹാഫ് വരെ, കംപ്രഷൻ സ്റ്റീലിന്റെ ഹാഫ് മുതൽ ടെൻഷൻ സ്റ്റീലിന്റെ ഹാഫ് വരെയാണ് അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ആ സ്റ്റീലിന്റെ. ദാറ്റ് ഇസ് D-D'. സോ ASC FSC D-D' പ്ലസ് 0.36 FCK B XU max, that is limiting moment, into D-0.42 XU max. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കോൺക്രീറ്റിന്റെ കംപ്രഷൻ സോൺ മുതൽ എഫക്റ്റീവ് ഡെപ്ത് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇതാണ് ടോട്ടൽ മൊമെന്റ് എവിടെ വരുന്നത്? നമ്മളുടെ കംപ്രഷൻ സോണിൽ വരുന്ന ടോട്ടൽ മൊമെന്റ് ഇൻ കേസ് ഓഫ് ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം? ഹൈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇൻ അഡീഷൻ ടു നമ്മൾ സിംഗിൾ റീൻഫോഴ്സ് വെച്ച് നോക്കുമ്പോൾ ഹൈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഡക്റ്റിലിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കും, കാരണം നമ്മൾ കോൺക്രീറ്റിന് സ്ട്രെങ്ത് കൂട്ടുകയാണ് ബൈ ഗിവിംഗ് സം അഡീഷണൽ സ്റ്റീൽ ഇൻ ദ കോൺക്രീറ്റ് കംപ്രഷൻ സോൺ. അപ്പൊ ടോട്ടൽ കംപ്രഷൻ സോൺ അങ്ങ് കൂടുകയാണ്, കംപ്രഷൻ സോണിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂടുകയാണ് ഇൻ അഡീഷൻ ടു സ്റ്റീൽ ടെൻഷൻ. സോ സ്റ്റീലിന്റെ സ്ട്രെങ്ത്തിനേക്കാളും കോൺക്രീറ്റ് സ്ട്രെങ്ത് കൂടുതലാണ്. സോ ഡക്റ്റിലിറ്റി ഫെയിലിയർ ആണ് നമ്മൾ, അല്ലെങ്കിൽ ബെറ്റർ ഡക്റ്റിലിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ യൂസ്ഫുൾ ഇൻ ഡെപ്ത് റെസ്ട്രിക്റ്റഡ് സ്ട്രക്ചേഴ്സ്, ഡെപ്ത് കുറവുള്ള സ്ട്രക്ചേഴ്സിൽ നമ്മൾ എപ്പോഴും ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമാണ് പ്രിഫർ ചെയ്യുന്നത്. വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്? മോർ കോംപ്ലെക്സ് ആണ്, കുറെ കൂടി ഡിസൈൻസ് കണ്ടോ. നമ്മൾ ഒരു സിംഗിൾ മൊമെന്റ് ഇക്വേഷന് പകരം മൊമെന്റ് ഇക്വേഷൻസ് ഒക്കെ കൂടി, ഇക്വേഷൻസ് ഒക്കെ ഒത്തിരി നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നു. സോ മോർ കോംപ്ലെക്സ് ഡീറ്റെയിലിംഗ് വരും. ദെൻ കോസ്റ്റ്ലിയർ ആയിരിക്കും അല്ലേ? നമ്മൾ അഡീഷണൽ സ്റ്റീൽ നമ്മൾ കംപ്രഷൻ സോണിലും പ്രൊവൈഡ് ചെയ്യാണ്. സോ കോസ്റ്റ് വിൽ ബി ഹയർ. ദെൻ കീ പോയിന്റ്സ്, കംപ്രഷൻ സ്റ്റീൽ എന്താണ്? The moment capacity will increase and ductility will increase. Neutral axis lies within the section. Always neutral axis എന്തായാലും XU will be less than XU max ആയിരിക്കും in case of doubly reinforced beam. Then it is usually commonly used in കണ്ടിന്യൂസ് ബീംസിലും സിസ്മിക് സോൺസിലൊക്കെ ഉള്ള, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര മോസ്റ്റ്ലി സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസിലെല്ലാം നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. So this is actually doubly reinforced beam structure. This is the breadth of the beam and we know what this is XU. This is XU. Then what is maximum compression എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. XU എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. So maximum compression is acting somewhere. This is XU, okay, somewhere here. അപ്പോൾ ഈ മാക്സിമം ന്യൂട്രൽ ആക്സിസ് കംപ്രഷൻ സോണിൽ നിന്ന് ഈ ടെൻഷൻ സ്റ്റീലിന്റെ ഹാഫ് വരെയാണ്
എന്താണ് കോൺക്രീറ്റിന്റെ കംപ്രഷൻ സോണിലുള്ള കോൺക്രീറ്റിന്റെ ലിവറാണ്. ദാറ്റ് ഇസ് D-0.42XU. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഇക്വേഷൻസ് തന്നെ. എന്താണ് ഇവിടെ 0.36 FCK എന്ന് പറയുന്നതാണ് എന്ത്, ഇതിന്റെ സ്ട്രെസ്, കോൺക്രീറ്റിന്റെ മാക്സിമം സ്ട്രെസ് കംപ്രഷനിലുള്ള, ഇൻറ്റു ഇതിന്റെ ഏരിയ എന്താണ്, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ XU ആണ്, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് XU എന്ന് പറയുന്നത്. സോ B ഇൻറ്റു XU, അതാണ് കംപ്രഷൻ സോൺ. ഇവിടം വരെയാണ് കംപ്രഷൻ സോൺ ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടം വരെയാണ് കംപ്രഷൻ വരുന്നത്. ഇങ്ങോട്ട് മൊത്തം ടെൻഷനാണ്. സോ ബ്രെഡ്ത്ത് ഇൻറ്റു XU ഇസ് ദ ഏരിയ. ഓക്കെ, ഇൻറ്റു വാട്ട്, ദ ലിവർ ആം ഡിസ്റ്റൻസ്. അതായത് ഇതിന്റെ സെന്റർ മുതൽ, കോൺക്രീറ്റ് ആക്ട് ചെയ്യുന്നതിന്റെ കറക്റ്റ് സെന്റർ മുതൽ, ടോട്ടൽ കോൺക്രീറ്റിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ മുതൽ സ്റ്റീലിന്റെ ഹാഫ് വരെ, ഈ സ്റ്റീൽ ഇരിക്കുന്നുണ്ട്, അതാണ് എഫക്റ്റീവ് ഡെപ്ത്. ദാറ്റ് ഇസ് D-. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.42XU ആണ് നമുക്ക് കോഡിൽ തന്നിട്ടുണ്ട്. 0.42XU, ടോട്ടൽ കംപ്രഷൻ വിൽ ആക്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.42XU. സോ D-0.42XU. ആൻഡ് വാട്ട് അബൌട്ട് ദി കംപ്രഷൻ സ്റ്റീൽ? കംപ്രഷൻ സ്റ്റീൽ വരുമ്പോൾ ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ഇസ് ASC ഇൻറ്റു സ്ട്രെസ് ഓഫ് കംപ്രഷൻ സ്റ്റീൽ ഇസ് FSC. ഓക്കെ, ഇൻറ്റു വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടം വരെ ഇതിന്റെ കോൺക്രീറ്റിന്റെ കവറാണ്. ആൻഡ് ദ ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഹിയർ. So what will be the neutral axis depth? D minus D dash. So ASC into FSC into D minus D dash for steel compression and for steel in compression plus 0.36 SCK BXU into D minus 0.42XU for concrete in compression. These whole together will act or resisting the compression zone. Okay, moment in the compression zone. So these are the clauses. Clause 38.1 limit state of collapse. Clause 38.1.1 ഈ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗേഴ്സ് എല്ലാം കിടക്കുന്നുണ്ട്. ദെൻ ക്ലോസ് 38.1B ഡബിൾ റീൻഫോഴ്സ് സെക്ഷൻസിന്റെ ഡീറ്റെയിൽസും ഇക്വേഷൻസും എല്ലാം ഉണ്ട്. നിങ്ങൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ കോഡിൽ നിന്ന് മൊത്തം കിട്ടും. So the main differences between the doubly reinforced and singly reinforced. Singly steel is provided on tension zone. Doubly steel is provided on both tension and compression. Then here singly compression is restricted only by concrete, but for doubly reinforced beam compression is restricted by concrete plus steel, compression steel. Then used when singly reinforced beam is used when bending moment is less than or equal to limiting bending moment. But here for doubly reinforced beam, when used when the bending moment is greater than also limiting moment nekkalam koodudalana moment എങ്കിലാണ് നമ്മൾ ഡബിൾ റീൻഫോഴ്സ് ബീമിലേക്ക് പോവുക. ദെൻ സിംഗിൾ റീൻഫോഴ്സ് ബീം ഇസ് സ്യൂട്ടബിൾ ഫോർ സഫിഷ്യന്റ് ഡെപ്ത്. എത്ര ഡെപ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കേസിൽ മാത്രമേ സിംഗിൾ റീൻഫോഴ്സ്, ബട്ട് ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന കേസസിൽ നമുക്ക് ഡബിൾ റീൻഫോഴ്സിലേക്ക് പോകണം. ദെൻ ലെസ് ഡക്റ്റൈൽ ആയിരിക്കും ഡബിൾ റീൻഫോഴ്സ്ഡ് സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീം, ബട്ട് more ductile and the failure will be always ductile in case of double reinforced beam. And for single reinforced beam it is economical because the steel is less, but here it is costlier because the steel is higher. Then the design is simple for single reinforced beam, but design is more complex in case of double reinforced beam. Neutral axis XU is less than XU maximum in case of single reinforced beam, but for here maximum neutral axis will be equal to, that is the neutral axis depth is within the limit which is equal to XU mass in the case of doubly reinforced beam. Then failure occurs after yielding of tensile steel in case of singly reinforced beam, but in doubly reinforced beam failure is more controlled and gradual failure ആയിരിക്കും because ductile behavior ആണ്. Commonly used in simply supported beams in case of, but സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീം എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള നോർമൽ ബീംസിനാണ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബട്ട് ഡബിളി റീൻഫോഴ്സ്ഡ് ബീം ഇസ് യൂസ്ഡ് കോമൺലി ഇൻ ദ കണ്ടിന്യൂസ് ബീംസ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് ഓർ സിസ്മിക് സോൺസ്, അങ്ങനത്തെ ഉള്ള ഏരിയാസിലാണ് നമ്മൾ എപ്പോഴും ഡബിളി റീൻഫോഴ്സ്ഡ് ബീംസ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ഡിഫറൻസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സിംഗ്ലി ആൻഡ് ഡബിളി റീൻഫോഴ്സ്ഡ് ബീംസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ സെഷൻസും ഇതിൻ്റെ കൂടുതൽ ഇൻ ഡെപ്തിൽ നമുക്ക് അനാലിസിസ് പ്രോബ്ലം പാർട്സ് ഒക്കെ നമുക്ക് വൺസ് അക്കാഡമി കൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.